കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമല്ലോ ലാലേട്ടനെ പോലെ തന്നെ. ഇത്രയും കാല് പൊക്കുന്നില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചായയും കടിയൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഷോ ഇറങ്ങണമല്ലോ ജോബിത്രേ, താനും മോള് മാത്രല്ലേ ഉള്ളൂ വീട്ടില്. Now it makes sense. അടിപൊളി പടം കേട്ടോ. ഷീ റിയലി മെയ്ഡ് ഹെർ ഫാദർ പ്രൗഡ്. പുലിക്ക് പിറന്നത് പൂച്ചക്കുട്ടിയാവോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ലെഗസി വിസ്മയന്റെ. മനോഹരം, ഗംഭീരം, നന്നായിരുന്നു, നല്ല അഭിനയമായിരുന്നു. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പ്രതീക്ഷയെക്കാട്ടും വലിയൊരു തുടക്കമാണ്. വിസ്മയ മോഹൻലാലിന്റെ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. തന്നെ 100-ൽ 100 മാർക്കാ നിനക്ക്. അങ്ങനല്ലേ പാടുള്ളൂ. തീർച്ചയായും വിസ്മയ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടി തന്നെയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ട് ഒരു ആവശ്യം. ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ചിത്രം എന്ന് പറയാം. എന്തായാലും കലക്കിടാൻ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കും. ഫസ്റ്റ് ഹാഫ് ഗംഭീര ത്രില്ലർ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഒരു പ്യൂർ ആക്ഷൻ. ആക്ഷനൊക്കെ കലിപ്പ് ആക്ഷൻ. പ്രതീക്ഷ പോലെ തന്നെയാണ് മോഹൻലാലിന്റെ അടിപൊളിയായിട്ടുണ്ട്. പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? മാർഷൽ ആർട്സ് ആണ്. ഇനി നടക്ക പോറത് യുദ്ധം. പെർഫോമൻസ് ഫൈറ്റ് ഇതൊക്കെ കിട്ടില്ല. ഫൈറ്റൊന്നും രക്ഷയില്ല. മതി എനിക്ക് ഇപ്പൊ അവരെ കാണണം. ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിലോ? പടം കാണാനുള്ള മൂടെ പോയി. പിന്നെ ലാലേട്ടൻ വന്ന ഫൈറ്റ് ചെയ്തു. പക്ഷെ എന്തിനാ ഫൈറ്റ്? ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഇതൊരു ഗംഭീര സിനിമയല്ല, വളരെ മോശം സിനിമയില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരു ഇടത്തര സിനിമ. ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.